ആദിഷാനി കിച്ചൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ദീപാവലിയൊക്കെയായിട്ട് കുറച്ച് കാജു എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 200 ഗ്രാം കാണുമായിരിക്കും. അപ്പോൾ ഇതിനെ വെച്ചിട്ട് കാജു കത്രി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പം ഇതിനെ എന്താ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഇങ്ങനെ നമുക്കൊന്ന് കുതിർത്ത് വയ്ക്കാം. കുതിർത്ത് വെച്ച് എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പം നമ്മളിത് കാഷ്യൂവിനെ 2 മണിക്കൂർ കുതിർത്ത് വെച്ചു. അതിനുശേഷം ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിന് ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിലാക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം ഇപ്പം നമ്മൾ 200 ഗ്രാം എടുക്കുകയാണെങ്കിൽ കാഷ്യൂവിൻ്റെ 200 എടുക്കുകയാണെങ്കിൽ അതിനോട് ഒരു 200 തന്നെ ശർക്കര എടുക്കുക, ഷുഗർ എടുക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ട് പൊടിച്ച് ഇതിനോടൊപ്പം യോജിപ്പിക്കുക. വേറെ ഒന്നും വേണ്ട, ഇതിനോടൊപ്പം യോജിപ്പിക്കുക. ഏലക്കാപ്പൊടി ഇഷ്ടമുള്ളവർ അതും കൂടെ മാത്രം ഇടുക. എന്നിട്ട് ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് മെൽറ്റാക്കി നല്ല ഇതാക്കി എടുക്കാം. എടുത്ത് ഞാൻ കാണിക്കാം. ഇങ്ങനെ ഇത് ഇളക്കി ഇതിൽ നിന്ന് ഇത് വിട്ട് വരണം. ഇതിലിങ്ങനെ തൊടാതെ ഇതിൽ നിന്നെല്ലാം വിട്ട് വരണം. അതുപോലെ ഇതായി തീരണം. അതുവരെയും ഇങ്ങനെ ഇളക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ പാത്രത്തെയും ഇതിങ്ങനെ വിട്ട് വരണേ. അപ്പോൾ ഇതിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഇതിങ്ങനെ ഉരുണ്ട് വരണം. അപ്പോൾ ഇത് പരുവായിട്ടില്ല, ഇത് പശ പോലെ ഉണ്ട്. അതുവരെയും ഇങ്ങനെ ഇത് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കണ്ടില്ലേ? ഇപ്പം നമ്മുടെ ഇതിന് പാൻ കണ്ടില്ലേ? പാനെല്ലാം നല്ല ക്ലിയറായി ഇത് ഒട്ടി പിടിക്കാതെ. ഇനി ഇതിൻ്റെ പാകം നോക്കുന്നത് നമ്മൾ ഇതിനെ കണ്ടോ ഇച്ചിരി എടുത്ത് നോക്കുക. ചൂടുണ്ട്, എന്നാലും നമ്മൾ നോക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ വന്നില്ലേ? അപ്പോൾ ഇത് കറക്റ്റ് പാകമായി. ഓക്കെ, ഇങ്ങനെ വേണം വരാൻ. ഇത് കയ്യെ ഒട്ടിപ്പിടിക്കരുത്. ഇതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ വരണം. ഉരുണ്ട കിട്ടുമ്പോൾ അപ്പം കറക്റ്റ് പാകമായി. ഓക്കെ, ഇനി നമുക്ക് എടുക്കാം ഇതിനെ. എന്നിട്ട് ഇതുപോലെ ഇതിനെ ഒരു ബട്ടർ പേപ്പറിലാക്കിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കണേ. ഇട്ടിട്ട് നമുക്കിനി ഇതിനെ ഒന്ന് മയപ്പെടുത്തി എടുക്കണം. ചൂടാണ്, കൈ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മളിത് ചപ്പാത്തിക്കൊക്കെ ഓടിക്കുന്നില്ലേ, അതുപോലെ നമ്മൾ ചെയ്ത് വെക്കുന്നത്. വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മയപ്പെടുത്തി കൊടുക്കുക. നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണിത് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ മയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ എന്താ ചെയ്യുക? സെൻറ്ററിലാക്കി വെച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക. നന്നായിട്ട് ഇത് വെച്ച് റോളർ വെച്ചിട്ട് നമുക്ക് ഇതിനെ പരത്തി എടുക്കാം. ഓക്കെ, അതെ, നമ്മളിതിനെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മൾ ലാസ്റ്റ് ഇത്രയും പീസസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് ഇഷ്ടമുള്ളവർ ഇതിൻ്റെ മണ്ടയിൽ കാജു കത്രിയുടെ മണ്ടയിൽ ഫോയിൽ വെക്കത്തില്ല, അതുപോലെ വെക്കാം. ഇപ്പം എൻ്റെ മോന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനത് മണ്ടയിൽ വെച്ചിട്ടില്ല. അത് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ നിങ്ങൾക്ക് ഭംഗിയായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എല്ലാവരും വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണുന്നത്. ബൈ ബൈ.